നല്ല മഴയും തണുപ്പായ കാരണം ഇപ്പോൾ രാവിലെ ഒരു കോഫി കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. അത് കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഇശിലൂട്ടൻ എണീറ്റ് വന്ന് എനിക്ക് ഉമ്മയൊക്കെ തരുന്നത്. പിന്നെ നേരെ കിച്ചണിൽ പോയിട്ട് പുട്ടും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞിശിലുവിൻ്റെ ബർത്ത്ഡേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൊട്ട അയൽവക്കത്തൊക്കെ ഒന്ന് വിളിക്കണം. അപ്പോൾ ഞാനും ഉമ്മയും കൂടിയിട്ട് തൊട്ട അയൽവാസികളൊക്കെ ഒന്ന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇശിലു ഇത് ഇക്കുൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇക്കുന് വർക്കിന് പോകണമെന്ന് പറഞ്ഞിട്ട് ആളെ പോയി. പിന്നെ ഞങ്ങൾ ഇശിലുവിനെയും കൈ പിടിച്ചിട്ടാട്ടോ അടുത്തുള്ള വീട്ടിലൊക്കെ ഒന്ന് ക്ഷണിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അത്ര വലിയ ഫംഗ്ഷനൊന്നല്ല കേട്ടോ. പക്ഷെ നമുക്ക് തൊട്ട അയൽവാസികളെ വിളിക്കാതിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക. പിന്നെ ഇതേ ഇശിലുവിൻ്റെ പൂച്ചയാണ് പോണത്. അപ്പോൾ അതിനൊക്കെ കുറച്ച് നേരം നോക്കി അങ്ങനെ എല്ലായിടത്തും ഒന്ന് വിളിച്ചിട്ട് ഞങ്ങളിതേ വീട്ടിലെത്തി. പിന്നെ വൈകുന്നേരമാണ് ഇനി ഞങ്ങൾക്ക് അടുത്ത പരിപാടി. കുറച്ച് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇശിലുവിനെ ഞാൻ റെഡിയാക്കി ഇതേ തലയിലൊരു കൊമ്പൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇശിലുവിന് കംപ്ലീറ്റ് ഇത് കേളി ഹെയേഴ്സാണ്. നല്ല രസമാണ് കേട്ടോ കാണാൻ. അങ്ങനെ ഞാനും ഇക്കും ഇശിലും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. ഭാഗ്യത്തിന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചൊന്ന് മഴ തോർന്ന ടൈമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇശിലും ഇങ്ങനെ ഇരിക്കണം എന്താണെന്നറിയോ, ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കണത്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ആൾ നന്നായിട്ട് ഉറങ്ങി കേട്ടോ. പിന്നെ ഷോപ്പ് എത്തിയപ്പോഴാട്ടോ ഇശിലൂട്ടൻ എണീറ്റത്. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് വേഗം നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായി. തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് നല്ല സുഖമായിട്ട് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റി കേട്ടോ. ഞാൻ ഡ്രസ്സ് ട്രയൽ ചെയ്യാൻ പോയപ്പോഴാണ് വാപ്പിയും മോളും കൂടിയിട്ട് ഇവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായത്. ഞാനിത് എഡിറ്റ് ചെയ്യുന്ന ടൈമിലാട്ടോ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇശിലുവിന് പറ്റിയിട്ടുള്ള ഡ്രസ്സൊക്കെ അവിടെ നിന്ന് കിട്ടി കേട്ടോ. പിന്നെ എനിക്കുള്ള ഡ്രസ്സും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. പിന്നെ ഇക്കുവിനുള്ളത് ഇക്കു വേറെ നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ ആൾക്ക് സെറ്റായതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പോവാണ്. അവിടുന്ന് നേരെ ഞങ്ങളൊരു കോഫി ഷോപ്പിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ആദ്യമൊന്നും എനിക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇക്കുവിൻ്റെ കൂടെ കൂടിയിട്ട് എനിക്കും ഇത് ഇഷ്ടമായി തുടങ്ങി കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ മോമോസും പിന്നെ ഇക്കുവിന് ചായയും എനിക്കൊരു കോഫിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇശിലൂട്ടനും ഈ കുഞ്ഞു മോമോസൊക്കെ കഴിക്കുന്നുണ്ടായിട്ട് അവൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. അങ്ങനെ എല്ലാം സെറ്റായി. ഇനി ഞങ്ങൾ കോഫി കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം. ബൈ.